നമസ്കാരം. വിദ്യാർത്ഥികൾക്ക് പഠനാവശ്യമായ റൈറ്റിംഗ് ടാബുകൾ വിതരണം ചെയ്ത ഞാറക്കൽ സർവീസ് സഹകരണ ബാങ്ക്. ഞാറക്കൽ ഗവൺമെൻറ് ഫിഷറീസ് യു പി സ്കൂളിലെ 48ഓളം വരുന്ന കുരുന്നുകൾക്കാണ് പഠനാവശ്യത്തിന് വേണ്ടി റൈറ്റിംഗ് ടാബുകൾ ബാങ്ക് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ വിതരണം ചെയ്തത്. ഗവൺമെൻറ് ഫിഷറീസ് യു പി സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടിറ്റോ ആന്റണി ടാബുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഈ കാലഘട്ടത്തിൽ സ്ലേറ്റ് എന്ന് പറഞ്ഞ സംഭവം എല്ലാവരും പാടെ മറന്നു കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു എൻ്റെ മകളിപ്പോൾ UKG-യിലാണ്. അവളൊന്നും സ്ലേറ്റ് ഉപയോഗിച്ച് ഞാൻ കണ്ടിട്ടില്ല. കാരണം കാലഘട്ടത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് നൂതനമായിട്ടുള്ള മാറ്റങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളിൽ വരെ ആ മാറ്റം വന്നു കഴിഞ്ഞു. ഇന്ന് നമുക്കറിയാം, നമ്മുടെ ഫിഷറീസ് സ്കൂളിനെ സംബന്ധിച്ച് നമ്മുടെ സഹകരണ ബാങ്ക് ഇവിടെ നിന്ന് വരുന്ന എല്ലാ കാര്യങ്ങളിലും കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഞങ്ങൾ നടത്താറുണ്ട്. എല്ലാ കുട്ടികളുടെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ സ്കൂളിൻ്റെ മറ്റ് ആവശ്യങ്ങളിലാണെങ്കിലും കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഞങ്ങളുടെ ഭാഗത്തു നിന്നെല്ലാം നടക്കാറുണ്ട്. അപ്പം ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു മാജിക് സ്ലേറ്റുമായി നമ്മുടെ ഒരു സുഹൃത്ത് വന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഏറ്റവും ആദ്യം ഓടിയെത്തിയത് ഇവിടുത്തെ ഫിഷറീസ് സ്കൂളാണ്. കാരണം ഏറ്റവും അർഹമായിട്ടുള്ള കരങ്ങളിൽ ഈ സ്ലേറ്റ് എത്തണമെന്നുള്ള വലിയൊരു ആഗ്രഹം ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ഞങ്ങൾ ബോർഡ് മീറ്റിംഗ് കൂടിയപ്പോൾ ഇത്തരത്തിൽ നമ്മൾക്ക് സൗജന്യമായി എവിടെ ആദ്യം കൊടുക്കണമെന്നുള്ള ചർച്ചകൾ വന്നപ്പോൾ ഞങ്ങളെല്ലാവരും ഒരേ മനസ്സോടുകൂടി പറഞ്ഞ ഒരു സ്കൂള് നമ്മുടെ ഫിഷറീസ് സ്കൂളാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അർഹമായിട്ടുള്ള കരങ്ങളിൽ ഇത് എത്തിച്ചേരണം. ഇതിപ്പോൾ ബുക്ക് ഉപയോഗിച്ച് എല്ലാവരും എഴുതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. മുമ്പ് സ്ലേറ്റ് ഉപയോഗിച്ച് എഴുതിയിരുന്നപ്പോഴുള്ള ബുദ്ധിമുട്ടിനെ കുറിച്ച് നമ്മുടെ ടീച്ചർ പറഞ്ഞു. കാരണം എല്ലാവരും ചോക്ക് ഉപയോഗിച്ച് എഴുതി അതിൻ്റെ പൊടിയും മറ്റും നമ്മുടെ ശരീരത്തും മറ്റുമാവും. ഇന്നിപ്പോൾ അതിൻ്റെയൊന്നും ആവശ്യമില്ല. ഇതിപ്പോൾ ഇതിൽ തന്നെ എഴുതി ഒരു സ്വിച്ച് അമർത്തുമ്പോൾ തന്നെ അത് മാഞ്ഞു പോകും. നമ്മുടെ എഴുതാനുള്ള നമ്മുടെ സ്കില്ലൊക്കെ വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും നൂതനമായിട്ടുള്ള ഒരു മാർഗമാണ് ഈ മാജിക് സ്ലേറ്റ്. കൃത്യമായിട്ടുള്ള എല്ലാവരും കൃത്യമായിട്ട് നല്ല രീതിയിൽ ഉപയോഗിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് നമുക്കറിയാം, നമ്മുടെ കുട്ടികൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മുടെ മാതാപിതാക്കന്മാരെല്ലാവരും സ്കൂളിൽ വിടുന്നത്. ആ പ്രതീക്ഷയ്ക്കൊത്ത് നിലവാരത്തിനൊത്ത് എല്ലാവരും ഉയരാൻ സാധിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ പറയുകയാണ്. നമുക്ക് വലിയ വലിയ ആളുകൾ നമ്മുടെ ഈ ചെറിയ സമൂഹത്തിൽ നിന്ന് കടന്നു വരണം. നമ്മളെ സംബന്ധിച്ച് പണ്ട് കാലങ്ങളിൽ SSLCയും ഒക്കെ ആയിരുന്നു ഒരു വീട്ടിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ യോഗ്യതയെങ്കിൽ ഇന്നിപ്പോൾ അതിനേക്കാളൊക്കെ വളർന്ന് ഒത്തിരിയേറെ മുന്നോട്ട് പോയിരിക്കും. അപ്പോൾ വലിയ വലിയ ഉന്നത നിലവാരത്തിലും അല്ലെങ്കിൽ വലിയ ഉന്നതമായിട്ടുള്ള പദവികളിലും നമ്മുടെ ഈ കുട്ടികളും എത്താൻ സാധിക്കട്ടെ. ഞങ്ങളുടെ ബാങ്കിന് കഴിയുന്ന രീതിയിലുള്ള സഹായഹസ്തങ്ങൾ ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടി എന്തും നിങ്ങളുടെ നേർക്ക് കൈനീട്ടാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. സ്കൂൾ പ്രധാനാധ്യാപിക ഫിൻസി MV ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. എല്ലാ അധ്യയന വർഷങ്ങളിലും സ്കൂളിന്റെ അടിസ്ഥാന വിഷയങ്ങളിൽ ബാങ്കിന്റെ ഇടപെടൽ വലിയ സഹായകരമാണെന്ന് പ്രധാനാധ്യാപിക സൂചിപ്പിച്ചു. നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ ഈ വർഷവും ഞാനിവിടെ വന്നതിന് ശേഷവും വെക്കേഷൻ സമയത്ത് ഞാൻ സാറിന് ലെറ്റർ കൊടുക്കുകയും നമ്മുടെ സ്കൂളിലെ പാചകപ്പുരയിലേക്ക് ഒരു വലിയൊരു ഉരുളി ബാങ്ക് നമുക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പും നമ്മുടെ ആവശ്യങ്ങൾ ബാങ്കിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് അതെല്ലാം പരിഹരിച്ചതായിട്ടാണ് എനിക്ക് അറിയാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഇത് ബാങ്കിൻ്റെ വേറൊരു സംരംഭമാണ്. നമ്മുടെ സ്കൂളിലെ കുട്ടികളെ ചേർത്ത് പിടിക്കുന്നു എന്നുള്ളതിൻ്റെ വേറൊരു ഉദാഹരണമാണ് ഇന്ന് ഇത്രയും മുതൽ പണം മുടക്കി അവർ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്യുന്നത്. സാമൂഹ്യ പ്രതിബദ്ധത ഉയർത്തുന്ന നിരവധി പ്രവർത്തനങ്ങളാണ് ഞാറക്കൽ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്നത്. പൊക്കാളി കൃഷിയായാലും വിദ്യാലയങ്ങളിലെ വിവിധ പ്രവർത്തനങ്ങളായാലും വളരെ മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഞാറക്കൽ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വം നടത്തിവരുന്നത്. അത്തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് ഇന്നും ഇവിടെ കാണാൻ സാധിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് ലഭിച്ച റൈറ്റിംഗ് ടാബ് വളരെ സന്തോഷത്തോടു കൂടിയാണ് വിദ്യാർത്ഥികൾ ഏറ്റുവാങ്ങിയത്. സ്കൂൾ അങ്കണത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ ബാങ്കിന്റെ ബോർഡ് അംഗങ്ങളായ KG അലോഷ്യസ്, അരുൺ ബാബു, ഞാറക്കൽ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് AP ലാലു, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സുജാ വിനോദ്, വാർഡ് മെമ്പർ പ്രീതി ഉണ്ണികൃഷ്ണൻ, സീനിയർ അധ്യാപിക ടെസി PG, ബാങ്ക് സെക്രട്ടറി TR കൃഷ്ണകുമാർ തുടങ്ങിയവർ സംസാരിച്ചു.